ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആർജി സ്റ്റോറീസ്. ഇന്ന് ഞാൻ എൻ്റെ തേർഡ് ട്രിമസ്റ്ററിലെ ഫസ്റ്റ് സ്കാനിങ്ങിൻ്റെ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ എന്തൊക്കെ പ്രയാസങ്ങളാണ് എനിക്കുണ്ടായത്, അതിൻ്റെ റിപ്പോർട്ടിലുള്ള എൻ്റെ കുറച്ച് പ്രശ്നങ്ങളും അതിൽ ഡോക്ടർ പറഞ്ഞ പരിഹാരങ്ങളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഈ പറയാൻ പോകുന്നത് പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ട് അതിൽ നിന്നെല്ലാം റിക്കവർ ചെയ്ത് ഡെലിവറി എല്ലാം സ്മൂത്തായി നടന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങളും ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ. പിന്നെ ഞാൻ ഈ പറയുന്നതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതും എന്നെ അറിയിക്കണേ. അതിനെല്ലാം ഉള്ള ഒരു റീപ്ലൈയുമായിട്ടും ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ തേർഡ് ട്രിമസ്റ്ററിൻ്റെയും സെക്കൻഡ് ട്രിമസ്റ്ററിൻ്റെയും എല്ലാം ലോങ് വീഡിയോയും അതിലെല്ലാം ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ്സ് ബിഗിൻ മൈ തേർഡ് ട്രിമസ്റ്റർ ഫസ്റ്റ് സ്കാൻ തിങ്സ്. ഓക്കെ, എൻ്റെ തേർഡ് ട്രിമസ്റ്ററിലെ ഈ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു ബേബി വെയിറ്റ് 2 weeks വളർച്ച കുറവുണ്ട് കുഞ്ഞിന്. അതുപോലെ ഞാൻ വെയിറ്റ് വെക്കുന്നുണ്ട്, പക്ഷേ അതിനനുസരിച്ചുള്ള വെയിറ്റ് ബേബി വെക്കുന്നില്ല എന്നുള്ളതല്ല. പിന്നെ എനിക്ക് സെർവിക്സ് സ്റ്റിച്ച് ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഇഞ്ചക്ഷനും അതുപോലെ തന്നെ സപ്പോസിറ്റർ പോലൊരു ടാബ്ലറ്റ് വെക്കാനും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ടാബ്ലറ്റ് കുടിക്കാനും ഉണ്ടായിരുന്നു, ബ്ലീഡിങ് ഒന്നും ആവാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ ആകെ ആ ഒരു ടാബ്ലറ്റും അതുപോലെ കാൽഷ്യം അയണും ഒക്കെ ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ചെറുതായിട്ട് ഷുഗർ വേരിയേഷൻ കണ്ടുകൊണ്ട് ഷുഗറിൻ്റെ ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്. ആൻഡ് എൻ്റെ ഈ സ്കാനിങ്ങിൽ ബേബിയുടെ വളർച്ചയുടെ പ്രശ്നം ഡോക്ടർ പറഞ്ഞപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായി, വിഷമമായി. സോ അതിനുള്ള ഒരു പ്രോട്ടീൻ പൗഡറും ഡോക്ടർ നൽകിയിട്ടുണ്ട്. ഞാൻ ഇതിൽ ജസ്റ്റ് എൻ്റെ അനുഭവങ്ങളും എൻ്റെ കാര്യങ്ങളും മാത്രമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആർക്കെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് എന്നെ അറിയിക്കണേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.